ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പുതിയ റെസിപ്പിയുടെ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ അത് ഉണ്ടാക്കി നോക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ബസ്മതി റൈസ് വെച്ച് ഈ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി. ചിക്കൻ കറി രാവിലത്തെ പലഹാരത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ശനിയാഴ്ച കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും അത് റൈസ് മാത്രം കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ ആക്കിയിട്ട് ഷിനാജിനെ പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ വഴിക്ക് പോയിട്ടാ. പിന്നെ കുറച്ച് നേരം വെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും മഴ പെയ്തായിരുന്നു. അങ്ങനെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ അടിച്ച് വാരി തുടക്കാൻ നിന്ന്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മാറാലേ ഉണ്ടായിരുന്നു, അതും തട്ടിക്കളഞ്ഞു. പിന്നെ രാവിലെ തന്നെ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ വേഗം തന്നെ പിന്നെ തുണി കഴുകാൻ വേണ്ടിയിട്ട് പോയി. തുണി കഴുകി വിരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാഞ്ഞത് എനിക്ക് ട്രൈപ്പോഡ് കൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കുവാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മായും പിള്ളേരും കൂടെ വന്ന് ഞാൻ പിന്നെ പ്ലേ ബട്ടണൊക്കെ എടുത്ത് അവരെ കാണിച്ചു കൊടുത്ത്. പിന്നെ വൈകുന്നേരം ഷിനാജ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പുറത്തു പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയി തിരിച്ച് വരുന്ന വഴി അവക്കാഡോ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലം കണ്ടപ്പോൾ ഷിനാജിന് അതും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് 2 ഐറ്റം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.